+1 സാമ്പത്തിക ശാസ്ത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ എക്കോണമി 1950-1990 ഈ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ 12 ക്ലാസ്സായി ഡിസ്കസ് ചെയ്തു വരുന്നത്. 1950-90 കാലഘട്ടങ്ങളിൽ 7 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ഈ 7 പഞ്ചവത്സര പദ്ധതികളിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക, വ്യവസായ, വ്യാപാര മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. അതിൽ ഒന്നാമത്തതാണ് കാർഷിക മേഖല. കാർഷിക മേഖല നമ്മൾ പഠിച്ചതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. ഒരുതരം മുരടിപ്പായിരുന്നു. മുന്നോട്ടുള്ള ഒരു പുരോഗതിയും ഇല്ലാതെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായി. സ്വതന്ത്രാനന്തരം കാർഷിക മേഖലയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഈ സമത്വമില്ലായ്മ മാറ്റുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് 2 തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുവെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. രണ്ടാമത്തത് ഗ്രീൻ റവല്യൂഷൻ. ഭൂപരിഷ്കരണത്തെ കുറിച്ച് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. ഭൂപരിഷ്കരണത്തില് ഏറ്റവും പ്രധാനമായി കൊണ്ടുവന്നത് ഇന്റർമീഡിയറീസ് ആയ സമീന്ദാർമാർ, ജാഗിർദാർമാർ ഇവരെല്ലാം ഒഴിവാക്കി. ഇവരെല്ലാവരും ഒഴിവാക്കിയതോടുകൂടി തന്നെ ഏകദേശം 200 ലക്ഷം കർഷകർ ഇവരുടെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായിരുന്നു കൃഷിഭൂമി കൃഷി ചെയ്യുന്നവർക്കായി, അതായത് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം കൃഷി ചെയ്യുന്നവർക്കായി മാറി. ലാൻഡ് സീലിംഗ്, ഒരാൾ കൈവശം വയ്ക്കുന്ന ഭൂമിയുടെ അളവിന് ഒരു കൃത്യത കൊണ്ടുവന്നു. അതിന് പുറമെയുള്ള വസ്തു ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും റീഡിസ്ട്രിബ്യൂഷൻ, വസ്തു ഇല്ലാത്തവർക്ക്, കർഷകർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും കൊണ്ടുവന്നു. എന്നാൽ ഇങ്ങനെയുള്ള ഭൂപരിഷ്കരണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് പല സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കേരളം, പശ്ചിമ ബംഗാൾ ആണ് ഈ ലാൻഡ് റിഫോംസ് അതിൻ്റെതായ അർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിൽ വിജയിച്ചത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭൂ ഉടമകൾ ഒന്നുകിൽ കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വസ്തുക്കൾ ഈ പറഞ്ഞ പരിധിക്ക് പുറമേ ഉള്ളത് അവരുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം എഴുതി മാറ്റുകയും ചെയ്തിരുന്നു. അതിന്റെ പരിണത ഫലം ഇപ്പോഴും നമ്മളുടെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഭൂവുടമകൾ ഇപ്പോഴും ഹെക്ടർ കണക്കിന് വസ്തുക്കൾ കൈവശം വയ്ക്കുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ ലാൻഡ് റിഫോംസിൽ നമ്മൾ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ സ്ട്രാറ്റജിയായ ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. A large increase in the production of food grains, especially in wheat and rice. വീറ്റിലും റൈസിലും പ്രത്യേകിച്ച് ഫുഡ് ഗ്രെയിൻസിൽ ഉണ്ടായ വൻ വർധനമാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ വഴി മനസ്സിലാക്കുന്നത്. ഗ്രീൻ റവല്യൂഷന്റെ വേൾഡിലെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് നോർമൻ ബോർലോ. ഇദ്ദേഹം 1940കളിൽ മെക്സിക്കോയിലാണ് ഈ ഒരു സ്ട്രാറ്റജി ആദ്യമായി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ അത് വൻ വിജയമായിരുന്നു. മെക്സിക്കോയിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിക്കുകയും അവർ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ സെൽഫ് സഫിഷ്യന്റിലോട്ട് എത്തിച്ചേരുകയും ചെയ്തു. ഈ ഒരു സ്ട്രാറ്റജി പിൽക്കാലത്ത് പല രാജ്യങ്ങളും ഫോളോ ചെയ്തു. നോർമൻ ബോർലോ ഒരു അമേരിക്കൻ അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണ്. 1970 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്.
ഇദ്ദേഹത്തിന്റെ സഹായം ഇന്ത്യൻ ഗവൺമെന്റും അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ട സഹായങ്ങളും ചെയ്തിരുന്നു. എന്നാൽ ഇനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്താണ് ജനിച്ചത്. 1925 അദ്ദേഹം ബിരുദം എടുത്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഉപരിപഠനമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ ഇന്ത്യയില് ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയതിന്റെ ഫലമായി ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയും ചെയ്തു. അഡോപ്ഷൻ ഓഫ് മോഡേൺ മെത്തേഡ്സ് ആൻഡ് ടെക്നോളജി ആയിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇന്റൻസീവായിട്ട് ഇറിഗേഷനും അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ ഉപയോഗിച്ച് ഒരു സാങ്കേതിക വിദ്യയായിരുന്നു ഗ്രീൻ റവല്യൂഷൻ സമയത്ത് ഇന്ത്യയിൽ നടപ്പിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? എന്തിനാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? നമ്മൾക്ക് തന്നെ അറിയാം, ഏകദേശം 75% ആൾക്കാരും ഇന്ത്യയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞിരുന്നു, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു മൺസൂൺ ഗ്യാംബ്ലിംഗ് ആയിരുന്നു ഇന്ത്യയിലെ അഗ്രികൾച്ചർ മേഖല. മഴ കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസും വളരെ കുറവായിരുന്നു ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആയിരുന്നു. പെസ്റ്റിസൈഡ്സിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഉപയോഗം വളരെ കുറവായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന കാർഷിക മേഖല ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് വിശക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ആഹാരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായിരുന്നു. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ ഉത്പാദനം വർദ്ധിപ്പിച്ചേ മതിയാവും. അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത്. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് അനുയോജ്യമായ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും അനുയോജ്യമായ തരത്തില് ജലസേചനവും ഇതൊക്കെ കൃത്യമായി നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും ഇതിന്റെ വില വളരെയധികം കൂടിയതായതുകൊണ്ട് ഇന്ത്യൻ കർഷകർക്കും അത് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് കടക്കുമ്പോൾ ഗ്രീൻ റവല്യൂഷന് പ്രധാനമായും 2 ഘട്ടങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബിറ്റ്വീൻ mid-60s ആൻഡ് mid-70s, 60കളുടെയും 70കളുടെയും മധ്യത്താണ് ഒന്നാം ഘട്ടം. ഈ ഒന്നാം ഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ആന്ധ്ര, പഞ്ചാബ്, തമിഴ്നാട് പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസിന് ഗോതമ്പ് ഉൽപാദനത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് വിമർശകർ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും പറയാറുണ്ട്. ഗ്രീൻ റവല്യൂഷന്റെ രണ്ടാം ഘട്ടം 1970 മധ്യം മുതൽ 1980 മധ്യം വരെയാണ് മുന്നോട്ട് പോയത്. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡുകളും ആധുനിക സാങ്കേതിക വിദ്യയും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനത്തും വെറൈറ്റി ഓഫ് സീഡുകളിൽ ഇത് കടന്നു വന്നു. അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷന്റെ ടെക്നോളജി സ്പ്രെഡ് ചെയ്തതോടുകൂടി ഇന്ത്യ ഫുഡ് ഗ്രെയിൻസിൽ ഒരു സെൽഫ് സഫീഷ്യന്റ് സ്റ്റേജിൽ എത്തിച്ചേരുകയും ചെയ്തു. ഫുഡ് ഗ്രെയിൻസിൽ സെൽഫ് സഫീഷ്യൻസി എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിയതോടുകൂടി ഇന്ത്യ അമേരിക്ക അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യുന്നത്
ഗണ്യമായി കുറച്ചു. അപ്പോൾ ഗ്രീൻ റവല്യൂഷന്റെ പ്രത്യേകതയായി പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയും ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കമ്പോള മിച്ചമുണ്ടായി. That is marketed surplus, which means that a portion of agricultural product which is sold in the market by the farmers. ഫാമേഴ്സ് അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് കുറയാൻ തുടങ്ങി. ലോ ഇൻകം പീപ്പിൾ അവരുടെ ഫാമിലി ഇൻകത്തിന്റെ മേജർ ഷെയർ ചെലവാക്കുന്നത് ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉൽപാദനം വളരെയധികം വർദ്ധിച്ചതിന്റെ ഫലമായി പ്രൈസ് കുറയാൻ തുടങ്ങിയോടുകൂടി സാധാരണക്കാർക്ക് വളരെ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമായി തുടങ്ങി. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ കരുതൽ ശേഖരം ആരംഭിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഫുഡ് ഐറ്റംസ് ഷോർട്ടേജ് വരുന്നത് ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഫുഡ് ഗ്രെയിൻസ് കരുതലായി സൂക്ഷിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ വളരെ വലിയ നേട്ടം തന്നെ ഉണ്ടാക്കി. എങ്കിലും ചില ആശങ്കകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളിൽ. ഇതിന്റെ ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിച്ചു. കാരണം ഇതിനാവശ്യമുള്ള ഇൻപുട്ടുകൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ അത് കൈവശമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക അവസ്ഥ സാധാരണ കർഷകർക്കില്ലായിരുന്നു. അതുപോലെ മറ്റൊരു പ്രത്യേകത ഹൈ yielding വെറൈറ്റി സീഡുകൾ പെട്ടെന്ന് കീടാക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതിന് ഫലമായിട്ട് ഈ സാങ്കേതിക വിദ്യ സ്വീകരിച്ച സാധാരണ കർഷകർ ഒരുപാട് നഷ്ടത്തിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എങ്കിലും ഈ ആശങ്കകൾ അക്കാലത്തുണ്ടായിരുന്ന ഗവൺമെന്റ് വളരെ ഭംഗിയായി അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു. അതായത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ സാധാരണ ഫാമേഴ്സിന് നൽകുകയും ഈ ഹൈ yielding വെറൈറ്റി സീഡുകളിൽ ഉണ്ടാകുന്ന കീടാക്രമണം അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പൊതുമേഖലയിലുള്ള വിങ്ങുകൾ ആരംഭിക്കുകയും അതിന്റെ സഹായം നേരിട്ട് സാധാരണ കർഷകർക്ക് എത്തുകയും ചെയ്തു. ആ ആശങ്ക ഒരു പരിധിവരെ ദൂരീകരിക്കാൻ സാധിച്ചു. അതായത് സാധാരണക്കാരനും ഈ സാങ്കേതിക വിദ്യ പ്രാപ്യമാകുന്ന ഒരു സ്റ്റേജിൽ വന്നെത്തി. അതുപോലെ തന്നെ വിത്തിനങ്ങൾ നശിച്ചു പോകാതെ അതിനു വേണ്ടിയുള്ള സഹായങ്ങളും സർക്കാർ നൽകാൻ തുടങ്ങി. സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് വൻകിട ഫാമേഴ്സിന് ലാഭം കിട്ടിക്കൊണ്ടിരുന്നത് അത് ആ ഒരു സ്റ്റേജ് മാറുകയും സാധാരണ ഫാമേഴ്സിനും കൂടി ആ ഘട്ടത്തിലൂടെ കടന്നു വരാനും സാധിച്ചു. എന്നാൽ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കുറവുണ്ടാവുകയാണെങ്കിൽ അവിടെ ഈ ഗ്രീൻ റവല്യൂഷന്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം സംഭവിക്കുന്നതാണ്. അതായത് സാധാരണ കർഷകരും സാമ്പത്തികമുള്ള കർഷകരും തമ്മിലുള്ള അന്തരം വളരെയധികം കൂടുന്ന ഒരു അവസ്ഥ വന്നെത്തിച്ചേരും. ചുരുക്കി പറഞ്ഞാൽ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായി ചില ന്യൂനതകൾ ഉണ്ടായെങ്കിൽ പോലും ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷനിൽ ഇന്ത്യയിൽ വൻ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇന്ത്യ സെൽഫ് സഫീഷ്യന്റായി മാറി. ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ മാറി. അത് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചു. ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഫുഡ് ഗ്രെയിൻസിന്റെ വില കുറഞ്ഞതോടുകൂടി സാധാരണക്കാരുടെ ജീവിത ചിലവിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതുപോലെ തന്നെ ഗവൺമെന്റിന് കരുതൽ ശേഖരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആവശ്യഘട്ടം അല്ലെങ്കിൽ അത്യാവശ്യഘട്ടം എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് ഉപയോഗിക്കാനുള്ള രീതിയിൽ ഉള്ള കരുതൽ ശേഖരവും ഉണ്ടാക്കാൻ സാധിച്ചു. 1960കളിൽ ഏകദേശം 82 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സ്ഥാനത്ത് 2013-14 കാലഘട്ടം എത്തിയപ്പോൾ 262 മില്യൺ ടണ്ണിലോട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഇന്ത്യക്ക് കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. വിമർശകർ
പല രീതിയിൽ പറഞ്ഞാലും ജനസംഖ്യ കൂടുതലുള്ള നമ്മുടെ രാജ്യത്ത് ഫുഡ് ഗ്രെയിൻസിന്റെ സെൽസഫിഷ്യന്റ് ലെവൽ ഗ്രീൻ റവല്യൂഷൻ വളരെയധികം ഗുണം ചെയ്യുന്നു. അപ്പൊ ഗ്രീൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വേൾഡിന്റെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അറിയപ്പെടുന്നത് നോർമൻ ബോർലർ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് എം.എസ്. സ്വാമിനാഥൻ. ഗ്രീൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് തന്നെയായിരുന്നു. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറും ലാർജ് സ്കെയിലിലും ഉപയോഗിക്കുന്നു. ഇറിഗേഷൻ ഫെസിലിറ്റീസ് എല്ലാം അതിന്റെ രീതിയിൽ വന്നു തുടങ്ങി. ഇങ്ങനെ പലതരത്തില് ഉള്ള മാറ്റങ്ങളാണ് ഈ കാർഷിക മേഖലയിൽ ഉണ്ടായത്. ഈ കൂട്ടത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിൽ പലതരത്തിലുള്ള റവല്യൂഷൻ ഈ കാർഷിക മേഖലയിൽ നടന്നു. അതിൽ ഒരെണ്ണമാണ് യെല്ലോ റവല്യൂഷൻ. ഓയിൽ സീഡ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വർധനമാണ് യെല്ലോ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. മറ്റൊന്നാണ് ബ്ലാക്ക് റവല്യൂഷൻ. പെട്രോളിയം പ്രോഡക്ട്സിലുള്ള വർധനമാണ്. വേറൊരു റവല്യൂഷനാണ് ബ്ലൂ റവല്യൂഷൻ. ഫിഷ് പ്രൊഡക്ഷനിലുള്ള വർധനമാണ് അവിടെ കാണിക്കുന്നത്. മറ്റൊന്ന് റെഡ് റവല്യൂഷൻ, മീറ്റ് പ്രൊഡക്ഷനിലുള്ള വർധനമാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റ് റവല്യൂഷൻ, മിൽക്ക് പ്രൊഡക്ഷനിലുള്ള വർധനമാണ്. വർഗീസ് കുര്യൻ മലയാളിയാണ്. അദ്ദേഹമാണ് അതിന്റെ പ്രധാന വ്യക്തിയായിട്ട് വരുന്നത്. മറ്റൊന്നാണ് സിൽവർ റവല്യൂഷൻ, എഗ് പ്രൊഡക്ഷനിലുള്ള വർധനമാണ്. വേറൊന്നാണ് ഗോൾഡൻ റവല്യൂഷൻ, ഫ്രൂട്ട്സിലും അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. മറ്റൊരു റവല്യൂഷനാണ് ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ, ജൂട്ട് പ്രൊഡക്ഷനിലുള്ള വർധന. അപ്പോൾ ഈ തരത്തിലുള്ള റവല്യൂഷൻസ് ഒന്ന് ഓർമ്മിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഗ്രീൻ റവല്യൂഷന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രീൻ റവല്യൂഷൻ എന്നുള്ള ഈ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.